സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. എന്ന് പറഞ്ഞാൽ മറ്റൊരാശയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നവൻ ആരാണോ അവനാണ് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് ദൈവവചനമാണ്. ദൈവവചനത്തിൽ എവിടെ കിടക്കുന്നു? ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 46 മുതലുള്ള വാക്യമാണ് അതിൻ്റെ പശ്ചാത്തലം. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മ ആർ, എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ അവൻ കൈ നീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ പശ്ചാത്തലം മനസ്സിലായല്ലോ. ഞാനിത് പറയാൻ കാര്യം, ഒരിക്കൽ ഈ വചനമായിട്ട് എനിക്കും ഒരു എൻകൗണ്ടറിങ് ഉണ്ടായി. അത് ഉണ്ടാകാൻ കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്ക് ആര് സഹായം ചെയ്യും? ഒരു സഹോദരനായി നിന്നുകൊണ്ട്, ഒരു സഹോദരിയായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയായി, എൻ്റെ പിതാവായി നിന്നുകൊണ്ട് എനിക്ക് ഒരു വിഷയം വരുമ്പോൾ എനിക്ക് വേണ്ടി ആര് സഹായം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ദൈവം തന്ന വചനമാണിത് കേട്ടോ. എൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരോ, അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കിടക്കുന്ന എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ എനിക്ക് അമ്മയും സഹോദരനും സഹോദരിയും ആകുന്നു. ഇത് മത്തായി സുവിശേഷത്തിലാണ് കിടക്കുന്നത്. എൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരോ, ഈ വചനമാണ് എനിക്ക് ഇടപെട്ടത്. എൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരോ അവന് ഞാൻ അമ്മയും സഹോദരനും സഹോദരിയുമായിരിക്കും, അല്ലെങ്കിൽ അവൻ എനിക്ക് സഹോദരനും സഹോദരിയും അമ്മയും ആയിരിക്കും. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മളും ദൈവം തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വചനം തന്നെ എനിക്കും ഇടപെട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇദ്ദേഹം പറയുമ്പോൾ അത് പർപ്പസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്നതിനേക്കാൾ കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവൻ ദൈവത്തിന് നമ്മൾ സഹോദരനും സഹോദരിയും ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയാണ്. ദൈവത്തെ സംബന്ധിച്ച് പർപ്പസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലും കർത്താവ് പറയുന്ന ആദ്യം പർപ്പസ് അന്വേഷിക്കാൻ പറയുന്നതിൻ്റെ കാര്യം. ഇവിടെ യേശു കർത്താവ് പറയാണ്, 2 തരത്തിലുള്ള ബന്ധമുണ്ട്. എനിക്ക് യേശുവിനോടുള്ള ബന്ധമുണ്ട്, യേശുവിന് എന്നോടുള്ളൊരു ബന്ധമുണ്ട്. പറയുന്നത് എന്താണ്? യേശുവിന് എന്നോടും നിങ്ങളോടും ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പർപ്പസ് നിറവേറ്റുന്നവൻ ആരാണോ അവനാണ് യേശുവിൻ്റെ സഹോദരനും യേശുവിൻ്റെ സഹോദരിയും യേശുവിൻ്റെ അമ്മ. അപ്പം ഈ വചനം എനിക്ക് ഇടപെട്ടപ്പോൾ ഞാൻ ഉടനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താണ് അങ്ങയുടെ ഇഷ്ടം? പെട്ടെന്ന് ദൈവം പറഞ്ഞു, എൻ്റെ ഇഷ്ടമോ അത് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. എൻ്റെ കണ്ണ് എൻ്റെ ശരീരത്തിൻ്റെ വിളക്കാണ്. എൻ്റെ കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും. എൻ്റെ കണ്ണ് ദുഷിച്ചതാണെങ്കിലോ അത് ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിലൂടെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കേട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫ്ലാഷ് ചെയ്യുന്ന ഇമാജിനേഷൻ, കാരണം നമ്മുടെ കണ്ണുകളിൽ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലോ സബ് കോൺഷ്യസ് മൈൻഡിലോ അൺകോൺഷ്യസ് മൈൻഡിലോ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ശരിക്കും നമ്മുടെ നാവിനെ കുറിച്ച് പറയുകയാണ്, അപ്പോൾ നീ അശുദ്ധമായവ സംസാരിക്കും, അല്ലെങ്കിൽ അശുദ്ധമായവ എന്താണ് സംസാരിക്കുമ്പോൾ ശരീരം മുഴുവൻ മലിനമാക്കപ്പെടും. കണ്ണിനെ കുറിച്ച് പറയുകയാണ്, കണ്ണിനെന്താണ് ശരീരത്തെ മുഴുവൻ മലിനമാക്കാൻ സാധിക്കും. നാവിനെന്താണ് ശരീരത്തെ മുഴുവൻ മലിനമാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നാവും കണ്ണും ഒന്നും വിശദീകരിച്ചില്ലെങ്കിൽ യു വിൽ ബി കണക്ടിങ് ടു എ റോങ് ഫ്രീക്വൻസി. നാവ് കൊണ്ട് സംസാരിക്കുന്നതെല്ലാം എന്താണ്? വ്യത്യസ്ത ദുരാത്മാക്കൾക്ക് വ്യത്യസ്ത ഫ്രീക്വൻസികളെയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിൽ ഓഫ് ഗോഡ് ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. എനിക്കിഷ്ടം വിൽ ഓഫ് ഗോഡ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കിക്കണ്ട് അല്ലെ അറിഞ്ഞു കണ്ട് മനസ്സിലാക്കി അത് ചെയ്യുക. പർപ്പസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അത് ചെയ്തെടുക്കുക. ലക്ഷ്യമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുറച്ച് കൃപാവരങ്ങൾ അല്ലെങ്കിൽ ആത്മീയ താലന്തുകളൊക്കെ മനസ്സിലാക്കി നമ്മളത് ജനത്തിന് പൊതുവെ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ധനമുണ്ടെങ്കിൽ ആ ധനം ദരിദ്രരെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സഹായം ചെയ്യുക.
അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് അതിനകത്ത് കുറച്ച് ഒരു ഭാഗവാക്കായി തീരുക. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ സഭയിൽ പോയി സഭയുടെ കാര്യങ്ങളിൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് അവിടെ സഹായം ചെയ്യുക, പാവിരിക്കുക, കസേര ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യുക. അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് സഹായം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയിൽ അവരെ കൈത്താങ്ങായി തീരുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പർപ്പസ് എന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ലതാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ സീക്രട്ട് ലൈഫിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നും മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എവിടെ കിടക്കുന്നു? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 3, 4, 5 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അത് ഒന്ന് മാത്രം, അത് നമ്മുടെ ശുദ്ധീകരണമാണ്. ഇവിടെയാണ് പിശക് സംഭവിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പർപ്പസ് ചെയ്തെടുക്കാൻ, ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്മീക കാര്യങ്ങളിൽ നമ്മൾ സഹായം ചെയ്യുക, അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ സാക്ഷാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്നുള്ളത് മിക്കവാറും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാലും മുമ്പേ നമ്മൾ കേട്ടതുപോലെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട്, ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട്, നിരൂപണങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൂടെ ഒക്കെ ചെയ്യുന്ന പാപങ്ങളുണ്ട്. ഈ പാപത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് അത് ശരിക്കും ഒരു 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 എന്താ പറയുക, ഒരു വാർഫെയർ തന്നെയാണ്. ആ യുദ്ധത്തിൻ്റെ പ്രോസസ്സിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിച്ച്, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ കേട്ട് മനസ്സിലാക്കി വേണ്ടി പോരാടുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കണം. അത് പറഞ്ഞാൽ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നേക്കാം. അത്രയ്ക്ക് നമുക്ക് പാപത്തോട് പോരാടി അതിന്മേൽ ജയം എടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നേക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കണം, നമ്മുടെ നാവിനെ നമ്മൾ സമർപ്പിക്കണം, നമ്മുടെ ശരീരം സമർപ്പിക്കേണ്ടി വരും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ലോകസ്നേഹത്തെ ഉളവാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ, എന്തിന് ഒരു ആഹാരം പോലും ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വിധിക്കപ്പെട്ട ആഹാരമുണ്ട്, വിധിക്കപ്പെടാത്ത ആഹാരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദാമിനും ഹവ്വയ്ക്കും കൊടുത്ത ആ കൽപ്പന എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കനികളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവ പൈതലായി, സാക്ഷാൽ ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് വിലക്കപ്പെട്ട ആഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിന് ഒരു പരിധി വെക്കണം, ആഹാരം കഴിക്കുന്നതിൽ പോലും ഒരു പരിധി വെക്കണം. എല്ലാം വലിച്ചു വാരി തിന്നാനുള്ള ഒരു അനുവാദം ദൈവ പൈതലിനില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. വസ്ത്രധാരണം എല്ലാവരും ധരിക്കാൻ നമുക്ക് അനുവാദമില്ല. എല്ലാവരും ആചരിക്കാൻ. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നത്. ഓണമില്ല, ക്രിസ്മസ് ഇല്ല, വർഷം അവർ നോക്കുന്ന ഈ മരണാനന്തരമുള്ള പല പ്രക്രിയകൾ, ഇതൊന്നും നമുക്കില്ലാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിലക്കപ്പെട്ട ചില അനുഭവങ്ങളുണ്ട്, ചില അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക, നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക, നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ, നമ്മുടെ സംസാരങ്ങളെ സൂക്ഷിക്കുക. അതുകൊണ്ട് യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ, നമുക്ക് പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അത് ചീത്തത്തരം, ഇതെല്ലാം ചിലർക്ക് അങ്ങ് വന്നു പോകും. എന്ന് പറഞ്ഞാൽ അവർ ശീലിച്ച് വെച്ചിരിക്കുന്നത്, അവർക്ക് ജഡത്തിനൊരു തൃപ്തി വരുന്നു. കൂടെ നിൽക്കുന്ന ചുറ്റുപാട് നിൽക്കുന്നവരോലും ഒരു കളിവാക്ക് പറഞ്ഞൊന്ന് ചിരിപ്പിക്കുക, ഇതെല്ലാം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇവഞ്ച്വലി അങ്ങ് വന്നു പോകും. കാരണം അവർ ശീലിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നല്ലൊരു അധ്വാനം വേണം. അതിന് നേരെ പോരാടി അതിൽ നിന്ന് ജയം പ്രാപിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോട് കൂടി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ അങ്ങനെ ശീലിപ്പിക്കണം, നമ്മുടെ ശരീരത്തെ അങ്ങനെ ശീലിപ്പിക്കണം. എനിക്ക് ഈ വസ്ത്രം വേണ്ട എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അതുകൊണ്ടാണ് ശൗലിൻ്റെ വസ്ത്രം ദാവീദിന് കൊടുത്തപ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്കിത് ശീലമില്ല. എൻ്റെ ശീലം എന്ന് പറയുന്നത് ഞാൻ യേശുവിനെ ധരിക്കുക, ദൈവത്തെ ധരിച്ചുകൊണ്ട്, ദൈവിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട്, ദൈവത്തെ മൊത്തത്തിൽ, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ ദൈവത്തെ വെച്ചിരിക്കുന്നു, വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു. അങ്ങനെ ദൈവത്തെ ഇരുത്തി ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സ്വഭാവമാണ് ദാവീദിനുള്ളത്. അങ്ങനെയുള്ള ദാവീദിന് പുറത്തു വന്ന് ഈ സൈന്യങ്ങളുടെ പടച്ചിട്ടയും ഈ കോപ്പും ഒന്നും ഇടുന്നത് ദാവീദിന് വശമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ
തന്നെയായിരിക്കും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും അവർ ധരിക്കുന്നത്, അവർ കഴിക്കുന്നത്, അവർ കുടിക്കുന്നത്, അവർ നോക്കുന്നത്, അവർ സംസാരിക്കുന്ന കൂട്ടുകാരുടെ സംഘം പോലും. അതുകൊണ്ട് യെരമ്യാ പറയുന്ന കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഉല്ലസിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ വലിയൊരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് ഇയ്യോബ് പറയുന്നു, എൻ്റെ 31-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഇയ്യോബ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളുമായിട്ട് നമ്മളങ്ങ് നിയമം ചെയ്ത് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പലർക്കും ഇന്ന് പെന്തക്കോസ്തിനോട് വലിയ ചായ്വില്ല. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഈ ബ്രദർ ജിയോ പറയാറുണ്ട്, ഷുഗർ കോട്ടഡ് മെസ്സേജുകൾ, അത് കർണരസമാകുമാറും ഉപദേഷ്ടാക്കാൻ വരെ പെരുക്കിയും അത് കേട്ട് അതിൽ രസിച്ച് അങ്ങനെ വലിയ ഭയവും ഭീതിയും ഒന്നും ഇല്ലാത്ത വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് കേട്ട് പോകുന്നതിനോടാണ് അവർക്ക് താല്പര്യമുള്ളത്. അവിടെ വലിയ സ്നാനമുണ്ട്, രക്ഷയുണ്ട്, അന്യഭാഷയുണ്ട്, അഭിഷേകമുണ്ട്. ഇന്ന് മിക്കവാറും സഭകളെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ വിശുദ്ധിയുടെ വേർപാടിൻ്റെ ഒരു ഉപദേശം പഠിപ്പിച്ചുകൊണ്ട് അതിൽ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇന്ന് ജനത്തിന് തോന്നാറുണ്ട്. പക്ഷേ എങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ ശീലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ യാതൊരു കൽപ്പനയും അത് ഭാരമുള്ളതല്ല. ദൈവം കൃപ തന്നാൽ, ദൈവത്തോട് കൃപ ചോദിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യ വേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് സാധ്യമാണെന്നുള്ളത് നമ്മുടെ യേശുപ്പച്ചൻ തെളിയിച്ചിട്ടാണ് കയറിപ്പോയത്. അങ്ങനെയെങ്കിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് ആദ്യം സമർപ്പിക്കുക. സമർപ്പണത്തെക്കാളും മുൻപിൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കുവാൻ പറ്റും. നമ്മുടെ അവയവങ്ങൾ, ഓരോ അവയവങ്ങൾ, ഇദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണിൽ കൂടി ചെയ്യുന്ന പാപങ്ങൾ, നമുക്ക് വേണ്ടാത്ത വിളച്ചതുകളെല്ലാം കാണുന്നു, അത് മൊത്തം നമ്മുടെ ബ്രെയിനിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മറ്റ് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് സെക്ഷുവൽ ഡ്രീംസ്. ഈ സെക്ഷുവൽ ഡ്രീംസ് ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു, എടുക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, വിചാരപ്പെടുന്നു. അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് ഇത് മൊത്തം നമ്മുടെ ബ്രെയിനിൽ ചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നതിലൂടെ പിശാചിന് കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അങ്ങനെ തുറക്കപ്പെടുന്ന കവാടങ്ങൾ പിശാച് കുടിയിരുന്നിട്ട് നമ്മുടെ ജീവിതത്തെ പിശാച് കറപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കറപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സെക്ഷുവൽ ഡ്രീംസിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ ശരീരത്തെ മ്ലേച്ഛമാക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, 1 തെസ്സലോനിക്കയിൽ അതിൻ്റെ താഴോട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ജാതികളെ പോലെ കാമവികാരത്തിലല്ല, ഈ കാമത്തിലും അതിൻ്റെതായ ചിന്തകൾ, വിചാരങ്ങൾ ജീവിക്കുവാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം സമർപ്പിക്കപ്പെടണം. ഇന്ന് പലർക്കും ആഗ്രഹമാണ്. പലരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. അവർ നന്നായിട്ട് അഭിഷേകത്തിൽ നിറഞ്ഞ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. പക്ഷെങ്കിൽ അവരുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ മൊത്തവും പച്ചകുത്തി, സാധാരണ ആൾക്കാർ ജാതികളെക്കാളും കഷ്ടമായിട്ട് വേഷം ധരിച്ച് ആകെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് വേശ്യയാണോ എന്ന് തോന്നിപ്പോകും. അത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കാര്യത്തിൽ. വേശ്യ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല കേട്ടോ. ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ജീവിതത്തിലുമുണ്ട്. പുരുഷന്മാർ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്താലും അതിനെ വേശ്യാവൃത്തിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ഈ ജഡം, നമ്മുടെ ഈ ശരീരം സമർപ്പിക്കപ്പെട്ടതല്ല. രക്ഷ ആത്മാവിനെ ലഭിച്ചു. എന്നാലും ഈ ശരീരത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പർപ്പസാണ്. അതാണ് ദൈവത്തിൻ്റെ പർപ്പസായിട്ട് ഞാൻ കാണുന്നത്. അല്ല നമുക്ക് ലഭിക്കുന്ന കുറച്ച് പണം അത് ദരിദ്രർക്ക് കൊടുത്തു, അനാഥരെ കണ്ടുപിടിച്ചു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് പ്രയത്നിച്ച് സഭയെ കുറിച്ച് നമ്മൾ സഹായം ചെയ്യുന്നു, കസേര പറക്കി ഇടുന്നു, വിരിച്ചിടുന്നു, അല്ലെ പാസ്റ്റർമാർക്ക് കുറിച്ച് സഹായം ചെയ്യുന്നു, അവരുടെ തുണി കഴുകി കൊടുത്ത്, അവരുടെ ബാഗ് പിടിച്ചും അവർക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രത്തോളം സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുമായിട്ടൊരു നിയമം, നമ്മുടെ നാവുമായിട്ടൊരു നിയമം, നമ്മുടെ ജീവിതമായിട്ടൊരു നിയമം. ഇങ്ങനെ രഹസ്യ ജീവിതത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അയ്യോ നമ്മുടെ ജീവിതം കഷ്ടം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം ആത്മാവിന് മാത്രമല്ല രക്ഷ വരുത്തുവാൻ വന്നത്, നമ്മുടെ ഈ ജഡത്തെ ശുദ്ധീകരിച്ചും ഇതിൽ ദൈവത്തിൻ്റെ ആലയമാക്കി ദൈവത്തിൻ്റെ മഹത്വം ഇതിൽ വസിക്കുവാൻ, തേജസ്സും ബഹുമാനവും ധരിപ്പിച്ചും ഈ ഭൂമിയിൽ നമ്മളെ സൂക്ഷിക്കുവാൻ, ശ്രേഷ്ഠരാക്കി വെക്കുവാൻ
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കുക, രാജകീയ പുരോഹിത വർഗമെന്ന് പറയുമ്പോൾ അവരുടെ വേഷം തന്നെ എന്ത് പ്രത്യേകതയുള്ളതാണ് അല്ലേ. ഒരു രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും ആ രാജകീയ വേഷത്തിന് അതിൻ്റെതായ ഒരു മഹിമയുണ്ട്, അതിൻ്റെതായ ഒരു തേജസ്സുണ്ട്, അതിൻ്റെതായ ഒരു ആകർഷണമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരമാകുന്ന ഈ വസ്ത്രത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ദൈവിക തേജസ് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ധരിക്കണമെങ്കിൽ പിന്നെ ലോകത്തെല്ലാവരും ധരിക്കുന്ന വസ്ത്രം നമുക്കുള്ളതല്ല. ലോകത്തെല്ലാവരും കാണുന്നത് എല്ലാ കൂട്ടുകെട്ടുകൾ, പിന്നെന്തുവാ എല്ലാ ചെയ്തികൾ, എന്തിന് ഇങ്ങേറ്റം വന്ന് ഭക്ഷണം പോലും നമുക്ക് പരിശുദ്ധാത്മാവ് വിലക്കി തരും. അത് പരിശുദ്ധമായിട്ടുള്ള ആ നടപ്പിൽ നമ്മൾ ആഗ്രഹിച്ച് മുന്നേറുമ്പോൾ ദൈവം പഠിപ്പിച്ചു തരും. ഇന്ന ഭക്ഷണം നിനക്ക് യോഗ്യമല്ല, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം നിനക്ക് യോഗ്യമല്ല, ഇന്ന കൂട്ടുകെട്ട് നിനക്ക് യോഗ്യമല്ല, ഇന്ന ഇരിപ്പിടം നിനക്ക് യോഗ്യമല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ വഴികൾ, അവരുടെ ഇരിപ്പിടങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ പാർപ്പിടങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ അതൊക്കെ വിട്ട് പിന്മാറി ഓടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരമായിട്ട് നമുക്കൊരു നിയമം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുമായിട്ടൊരു നിയമം, നമ്മുടെ നാവുമായിട്ടൊരു നിയമം, നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, മൊബൈലിൽ വരുന്നത് സകലതും ഏറ്റെടുത്ത് അതിനകത്തിലൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഡു നോട്ട് റെക്കമെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ദൈവമക്കളായി നമ്മളെ പോലുള്ളവർക്ക് അത് പറയാൻ കഴിയണം. ഡു നോട്ട് റെക്കമെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലുകളെ ശുദ്ധീകരിച്ച്, നമ്മുടെ മൊബൈലിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച്, നമ്മുടെ കണ്ണ്, നമ്മുടെ അവയവങ്ങൾ, ഓരോ അവയവങ്ങളെ ശുദ്ധീകരിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കുവാനൊരു കഴിവ് വേണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെക്കുറിച്ചുള്ളത്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനോട് എത്ര പേർ യോജിക്കും? അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എത്ര പേർക്ക് ആ കാര്യം മനസ്സിലായി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ താഴെ കമൻറ്റ് വായിച്ചപ്പോൾ പലരും പറയുന്ന, കർത്താവേ നിൻ്റെ ഉദ്ദേശം എന്നിൽ നിവർത്തിയാക്കണം, അത് ചെയ്ത് ജീവിപ്പാൻ എന്നെ സഹായിക്കണം. പക്ഷേങ്കിൽ ഈ വിധത്തിൽ എത്ര പേരത് മനസ്സിലാക്കി അതിനുവേണ്ടി സമർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ജയകരമായി ജീവിക്കുവാൻ നമ്മുടെ ശരീരത്തെ അടിമയാക്കി, പൗലോസ് പറയുന്നു, ഈ ജഡത്തെ അടിമയാക്കി, ജഡത്തിൻ്റെ പ്രവൃത്തികളെ അടിമയാക്കി എന്നെ ദണ്ഡിപ്പിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് തോന്നിയാൽ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് പകർന്നു തന്നാൽ നിശ്ചയമായിട്ടും നമുക്ക് ആ വിഷയത്തിൽ ജയമെടുത്ത് ജീവിക്കുവാൻ കഴിയുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അത് നിങ്ങൾക്ക് പങ്കിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുക. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.